Hi friends, welcome to KpeesTech. Tradingview പ്ലാറ്റ്ഫോമിനെ കുറിച്ചുള്ള ലാസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ട്രേഡിംഗ് സ്റ്റോക്ക് സ്ക്രീനറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇവിടെ താഴെയായിട്ട് കാണുന്ന സ്റ്റോക്ക് സ്ക്രീനർ, നമുക്കത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ നമുക്ക് മാർക്കറ്റ് ഓൾറെഡി നമ്മൾ NSE സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കുറേ ബിൽട്ടിൻ ആയിട്ട് ഇതിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറേ സ്ക്രീനേഴ്സ് ഉണ്ട്. ഏണിങ്സ് ദിസ് വീക്ക് എന്ന് പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീക്കിലുള്ള ഏണിങ്സ്, അപ്പോൾ നമ്മൾ റിസൾട്ട് വരുന്ന കമ്പനികളുടെ ഈ വീക്കിൽ ഏതൊക്കെ കമ്പനികളുടെ റിസൾട്ട് വരുന്നുണ്ട് ആ കമ്പനികളുടെ ലിസ്റ്റാണ്. അപ്പോൾ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇതിൻ്റെ ഫിൽറ്റേഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്കമിങ് ഏണിങ്സ് ഡേറ്റ് ദിസ് വീക്ക്, അപ്പോൾ ടുഡേ ഇന്ന് റിസൾട്ട് വരുന്ന ഏതൊക്കെയാണെന്നുള്ളത്, ടുമോറോ ഏതൊക്കെയാണ്, നെക്സ്റ്റ് 5 days, നെക്സ്റ്റ് വീക്ക്, ദിസ് മന്ത്, അങ്ങനെ കുറേ. ഇപ്പോൾ നെക്സ്റ്റ് 5 days എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് 5 days നമുക്കിവിടെ ചേഞ്ച് ആവും. അത്രയും ലിസ്റ്റുകൾ വരും. ഇവിടെ നമുക്ക് സ്റ്റോക്ക് മാത്രം മതിയെങ്കിൽ കോമൺ സ്റ്റോക്ക്, ഡെപ്പോസിറ്റ് റെസീപ്റ്റ്, ETF ഇതെല്ലാം ഡിസേബിൾ ചെയ്തിടാം. അപ്പോൾ നമുക്ക് ഈ 589 ഐറ്റംസ് ആണ് ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്കമിങ് ഡേറ്റ് നെക്സ്റ്റ് 5 days കുറച്ച് നീക്കി വെച്ചാൽ ഇവിടെ കാണാം 589 എന്നുള്ളത് ചേഞ്ച് ആവുന്നത്. ടുമോറോ ഒരെണ്ണമില്ല. നെക്സ്റ്റ് 5 days അപ്പോൾ നോക്കുമ്പോൾ ഒരു 589 ഉണ്ട്. ദിസ് വീക്ക് 103. അങ്ങനെ നമുക്ക് അതിലേതൊക്കെ ഉണ്ട്, അതിൻ്റെ റേറ്റിംഗ് എന്തൊക്കെയാണ്, ബൈ ആണോ, സ്ട്രോങ് ബൈ ആണോ, അങ്ങനെ എല്ലാ കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഓവർ സോൾഡ്, ഓവർ ബോട്ട്, 52 weeks ആയി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്ക്രീനർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഫിൽറ്റർ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെല്ലാം എല്ലാം റീസെറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ 5260 സ്റ്റോക്കുകളാണ് കിടക്കുന്നത്. എന്നിട്ട് നമ്മൾ 1 by 1 എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്, സിമ്പിൾ ടൈപ്പ്, കോമൺ സ്റ്റോക്ക് മാത്രം മതി. അപ്കമിങ് ഏണിങ്സ് അത് നമുക്ക് കാറ്റഗറിയിൽ വെക്കണമെങ്കിൽ വെക്കാം, അതല്ലെങ്കിൽ മറ്റേ സ്ക്രീനിൽ ഓൾറെഡി ഉണ്ടല്ലോ, അപ്പോൾ അത് വേണ്ട. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഒരു 100ന്റെ മേലെയുള്ള വാല്യൂ ഉള്ള സ്റ്റോക്കുകൾ മാത്രം മതി. അപ്പോൾ ഇവിടെ 1710 ആയി. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒരു 50 million ആൻഡ് അബവ്, അല്ലെങ്കിൽ 300 million നമുക്കിങ്ങനെ മാറ്റി കൊടുക്കാം. 2 billion ആൻഡ് അബവ്, അപ്പോൾ നല്ല വലിയ ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികൾ മാത്രം മതി. ഇപ്പോൾ 1443 മാച്ചസ് ആണ് കാണിക്കുന്നത്. പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ, PE റേഷ്യോ, ഈ റേഷ്യോ ഇപ്പോൾ ഞാൻ ഒരു ബിലോ 30 കൊടുത്തു, 810 ആയി. വീണ്ടും നമ്മളതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്, വീണ്ടും നമ്മൾ അതിലെ ബെസ്റ്റ് കമ്പനികളാക്കി കൊണ്ടുവരാണ്. അപ്പോൾ ഇത്രയും PE റേഷ്യോ ഇത്രയേ ഉള്ളൂ. റേറ്റിംഗ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, സ്ട്രോങ് ബൈയും ഇവരുടെ റേറ്റിംഗിൽ ഉള്ള കമ്പനികൾ. അപ്പോൾ 666 ആയി. അതുകൂടാതെ സെക്ടർ, നമുക്കൊരു പർട്ടിക്കുലർ സെക്ടർ വേണം. അപ്പോൾ ഇതിലേതെങ്കിലും ഇപ്പോൾ ഇന്നൊരു ഫിനാൻസ് സെക്ടറിനാണ് ബൂമായി വരുന്നത്, അല്ല നെക്സ്റ്റ് വീക്കിൽ ഫിനാൻസ് സെക്ടറാണ്. അപ്പോൾ ഫിനാൻസ് സെക്ടർ മാത്രം മതി. അത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 42 ആയി. ഞാനിപ്പോൾ അത് സെലക്ട് ചെയ്യുന്നില്ല. വോളിയമിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുക. വോളിയം ഇല്ലാത്ത സ്റ്റോക്കുകൾ കാര്യമില്ല. അപ്പോൾ വോളിയം ഇപ്പോൾ 120 സ്റ്റോക്ക്, 1 million മേലെ വോളിയം ഉള്ള സ്റ്റോക്കുകൾ മാത്രം മതി.
ഇൻട്രാഡേ ഒക്കെ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ വോളിയം വേണം. അപ്പോൾ അതിന് 1 മില്യൺ അതിൻ്റെ കൂടുതൽ വോളിയം ഉള്ള സ്റ്റോപ്പ് ക്ലാസ്. ഈ അപ്പോൾ 79 മാച്ചസ് ആയി. ഈ 1 ഇയർ ബീറ്റ അത് വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ 52 വീക്സ് ആയി. നമുക്ക് ഇതിൽ പല കാറ്റഗറി ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്താൽ ഞാനൊരു കുറച്ച് എക്സാമ്പിൾ കാണിച്ചു എന്ന് മാത്രം. അതുപോലെ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ്. മൂവിങ് ആവറേജ് 10 is above. Exponential moving average 10 is above exponential moving average 20. 20യുടെ മേലെ ആവണം 10. അങ്ങനെ ഒരു കാറ്റഗറി. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ഇത് നമുക്കൊരു ഒരു പേരിലൂടെ സേവ് സ്ക്രീനർ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. മൈ ടെസ്റ്റ് സ്ക്രീനർ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് കാണും, മൈ ടെസ്റ്റ് സ്ക്രീനർ. അപ്പം നെക്സ്റ്റ് ടൈം വന്നിട്ട് നമ്മൾ ഇത് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇതുപോലെ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്ക്രീനർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതിലുള്ള ബെസ്റ്റ് സ്ക്രീനേഴ്സ് നമുക്ക് ഇപ്പോൾ ടോപ്പ് ഗെയിനേഴ്സ് ഇതെല്ലാം ഇവിടെ കാണിക്കും. ഓരോ ഡേയിലും ലൈവ് മാർക്കറ്റ് ആണെങ്കിൽ, ഞാനിപ്പോൾ ഇത് രാത്രിയാണ് റെക്കോർഡ് ചെയ്യുന്നത്, ഇപ്പോൾ മാർക്കറ്റ് ഇല്ല, അതുകൊണ്ടാണ് ഇവിടെ ഇതെല്ലാം ഡെഡായി കിടക്കുന്നത്. മറ്റേത് ഇതെല്ലാം മൂവ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റോക്ക് സ്ക്രീനറിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ പൈൻ എഡിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് കോഡിംഗ് എല്ലാം അറിയുന്നവർക്ക് ഓരോ സ്ട്രാറ്റജികളും അവർക്ക് എഡിറ്റ് ചെയ്ത് പൈൻ എഡിറ്ററിലൂടെ പ്രോഗ്രാം ചെയ്ത് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സ്ക്രീനറിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.